ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആഴ്ചയിലൊക്കെ എണ്ണ തേക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരും ആഴ്ചയിൽ കുളിക്കുന്ന സമയത്ത് എണ്ണ തേക്കുന്ന ആളുകളായിരിക്കാം പലരും. മുമ്പൊക്കെ കേരളീയ സമൂഹത്തിൽ അത് വളരെയധികം പതിവായിരുന്നു. അപ്പോൾ ഈ എണ്ണ തേക്കുന്ന സമയത്ത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അക്യുപഞ്ചറിൻ്റെ കൺസെപ്റ്റ് പ്രകാരം അതെങ്ങനെ മസാജ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി തരാനാണ്. അപ്പം നമ്മളെ കൈ എടുത്തു കഴിഞ്ഞാൽ കൈക്ക് ഉൾഭാഗമുണ്ട് പുറം ഭാഗമുണ്ട്. അപ്പോൾ ഈ കൈ ഒഴിയുകയാണെങ്കിൽ നമ്മൾ എണ്ണ തേച്ച് ഒഴിയുകയാണെങ്കിൽ ഈ കൈ ഇങ്ങനെ ഒഴിയണം, അതായത് ഉൾഭാഗം താഴോട്ട് ഒഴിയണം. പുറം ഭാഗമാണെങ്കിൽ പുറം ഭാഗം മുകളിലോട്ട് ഒഴിയണം. അപ്പോൾ അത് നിങ്ങളൊരു 7 പ്രാവശ്യം വേണമെങ്കിൽ ഒഴിയാം. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഹാർഡായിട്ടോ സോഫ്റ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾ തീരുമാനിക്കാം. അതേപോലെ തന്നെ പുറം ഭാഗമാണെങ്കിൽ മുകളിലോട്ട് തടവി കൊടുക്കാം. അതേപോലെ നമ്മുടെ കാലാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം. നമ്മുടെ കാലിന് നമ്മൾക്ക് 3 ഭാഗമുണ്ട്. അതായത് ഉൾഭാഗമുണ്ട്, ഇവിടെ സൈഡ് ഭാഗമുണ്ട്, ഇവിടെ ബാക്ക് ഭാഗമുണ്ട്. അപ്പോൾ ഉൾഭാഗം നമ്മൾ തടവുമ്പോൾ എണ്ണ തേച്ചിട്ട് ഇതാ മുകളിലോട്ട് തടവി കൊടുക്കുക, മുകളിലോട്ട് തടവി കൊടുക്കുക. അത് ഹാർഡായിട്ടും സോഫ്റ്റ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ സൈഡ് ആണെങ്കിൽ താഴോട്ട് തടവി കൊടുക്കുക. ഇപ്പൊ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ ഈ കാല് കാണിക്കാം. ഇതാ ഇവിടെ സൈഡിലോട്ട് എന്ത് ചെയ്യുക, താഴോട്ട് തടവി കൊടുത്തേക്കാം, താഴോട്ട്. ഇനി ബാക്ക് ആണെങ്കിലോ ബാക്കും താഴോട്ട് തടവി കൊടുക്കുക. പ്രത്യേകിച്ചും കൊച്ചുളി പോലെയുള്ള ഏരിയയിലൊക്കെ അല്പം ഹാർഡായിട്ട് മസാജ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ചെയ്യാം. സൈഡ് ആണെങ്കിലും താഴോട്ട് ചെയ്യാം, ഉൾഭാഗമാണെങ്കിൽ മുകളിലോട്ട് ചെയ്യാം. അങ്ങനെ 2 കൈയും 2 കാലും. അതുപോലെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ വയറിന്റെ ഭാഗം തിരുമ്പുകയാണെങ്കിൽ വയർ ക്ലോക്ക് വൈസ് രീതിയിൽ തടവി കൊടുക്കുക. ക്ലോക്ക് വൈസിലും ചെയ്യാം, അതേപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസിലും തടവി കൊടുക്കുക. വേണമെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയും ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ CV ചാനൽ ഇങ്ങനെ പോണത് കൺസെപ്ഷണൽ വെസൽ, അപ്പോൾ അതിന്റെ ഡയറക്ഷനിൽ മുകളിലോട്ട് ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം. ആ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെയും എടുക്കാം, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് തടവി കൊടുക്കുകയാണെങ്കിൽ ആ എനർജി ഫ്ലോക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ തിരുമുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളതാണ്. മറ്റേ നമ്മുടെ പുറംഭാഗമാണ്. അപ്പൊ പുറംഭാഗം നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ താഴോട്ട് തടവി കൊടുക്കുക. ഒരു പുറംഭാഗമാണെങ്കിൽ നമ്മുടെ ഈ ഭാഗമാണെങ്കിൽ അത് നമ്മൾ താഴോട്ടേക്ക് നന്നായിട്ട് നമ്മൾ തടവി കൊടുക്കുക. ഇങ്ങനെ ശരീരം നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലുകൾക്ക് അടിസ്ഥാനത്തിൽ ചാനലുകൾ എങ്ങനെ സഞ്ചരിക്കുന്നോ, ശക്തിയോട്ട പാതകൾ എങ്ങനെ സഞ്ചരിക്കുന്നോ ആ രൂപത്തിലുള്ള മസാജ് നമ്മുടെ ബോഡിക്ക് കിട്ടും. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ എഫക്റ്റീവാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.